അവനെ ജയിലിൽ വിട്ട്. അല്ലാതെ ഞാൻ കണ്ടതാണ്, ജയിലിൽ നിന്ന് റാവത്ത് വരണ്ട്. എന്താ എടാ റാവത്ത് വരുന്നെന്ന്, അയാളെ കോടതി വെറുതെ വിട്ടുന്നു. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാൻ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത്, പറഞ്ഞേക്കാം. വട്ടപ്പള്ളി, കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, ആൻഡോ ജപ്പാനെ, എടാ റാവത്തൂർ വരുന്നു, ഇറങ്ങി വാടാങ്ങോട്ട്. ജോണേ, എന്താണ്ടാ? ഫ്രാങ്ക റാവുത്തർ, അയാള് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, പകരം വീട്ടാൻ. ശുക്കൂറേ, ജോർജ്, തങ്കച്ചാ, എടാ വേണപ്പാ, ഇറങ്ങി വാടാ. എടാ നീയൊക്കെ ഇങ്ങനെ പേടിച്ചകത്ത് കയറി ഇരിക്കുന്ന അയാൾക്ക് തരം. എടാ അയാളെ പോലെ നീ ഞാൻ ഇവിടുത്തെ താമസക്കാരാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വാടാ. റാവുത്തറെ, എന്നോട് ക്ഷമിക്കണം റാവുത്തറെ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് അവനെ വിട്. നിങ്ങളെ ജയിലിലാക്കിയിട്ട് ഇവിടെ ഒരു നേളവാദം നോക്കിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഈ കോളനിലെ ആളുകളെ വെട്ടമെന്നാ പിന്നെ എന്ത് ചെയ്യണം? നോക്കിക്കണോ? ഇതൊക്കെ അവന്മാരുടെ പണിയാ. ആ മൂസാ സേട്ടിന്റെ അയാളുടെ വക്കീലിനെയും നമ്മളെ തമ്മി തല്ലിക്കാൻ. നമ്മളെ തമ്മി തല്ലി ചാകുമ്പോ ബാക്കിയുള്ള അവർക്ക് കുടി ഒഴിപ്പിക്കാമല്ലോ. പറയണമെന്ന് തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, നമുക്ക് തമ്മി തല്ലി ചാവാം.
വാ വാ റാവുത്തരെ, കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും വാ ഓടാൻ. ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത്, ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം. നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട. എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം. ഇനി ആ സേട്ടുന്റെയോ വക്കീലിന്റെ ആളുകൾ ഇതിനകത്ത് വരില്ല. അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല. റാവുത്തറാണ് പറയുന്നത്. റാവുത്തർ.